ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ്. അനുവും അനീഷുമാണ് ജയിലിൽ പോകാൻ നിൽക്കുന്നത്. അനീഷ് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് കണ്ടിന്യൂസ് ആയിട്ട് ജയിലിലായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പക്ക ഗ്രൂപ്പിസമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അനുമോള് ജയിലിൽ പോകേണ്ട ആൾ തന്നെയാണ്. കാരണം അത്രയും തെറ്റുകൾ അനു ചെയ്തിട്ടുണ്ട്. ഇപ്പം രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഇതിനു മുമ്പ് അനു ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ട്. ബിന്നി ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് അനു കുറച്ച് പേർക്ക് വേണ്ടി മാത്രമായിട്ട് കാപ്പി വെച്ച് കൊടുത്ത ശേഷം ബ്ലെയിം ഏൽക്കേണ്ടി വന്ന ഒരാളാണ് അനു. അപ്പോൾ അനു അതിൽ നിന്ന് പോലും പഠിച്ചില്ല. വീണ്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം അനുവിനില്ലായിരുന്നു. വീണ്ടും സെയിം തെറ്റ് തന്നെ അനു ചെയ്തു. അപ്പോൾ അനുവിന് അത് ശിക്ഷ കിട്ടേണ്ട കാര്യം തന്നെയാണ്. കാരണം എത്ര കിട്ടിയാലും പഠിക്കൂല എന്നുള്ളൊരിതാണ് അനുവിന്. അതുകൊണ്ട് അതിൽ അനുവിനെ ജയിലിലിടുന്നതിൽ അതിലൊരു കുഴപ്പമില്ല, അത് കറക്റ്റാണ്. പക്ഷേ അനീഷ് ജയിലിൽ വന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതൊട്ടും ശരിയായില്ല. കാരണം ഇപ്പോൾ ഈ ടാസ്കിൽ നോക്കുവാണെങ്കിൽ ആര്യൻ കഴിഞ്ഞ സെക്കൻഡ് അനീഷാണ്. ആര്യനാണെങ്കിൽ ടാസ്കിൽ കള്ളത്തരം കാണിച്ചിട്ടാണ് വിൻ ചെയ്തത്. ഒളിപ്പിച്ചു ഒക്കെ ചെയ്തു. അതുമാത്രമല്ല എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട പാല് ഈ വീക്കിൻ്റെ ഫസ്റ്റ് തന്നെ ആര്യനും അക്ബറും നെവിനും കൂടെ എടുത്ത് കുടിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ആര്യനെ ഇതൊന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാതെ ടാസ്കിൻ്റെ ഇടയിൽ അക്ബറിൻ്റെ കൈ കടിച്ചു എന്ന് പറഞ്ഞിട്ട് അനീഷിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് പക്ക ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണെന്ന് ആർക്കും പറയാൻ പറ്റും. കാരണം ഇത്രയും തെറ്റ് ചെയ്ത ആര്യന് എഫേർട്ട് ഇട്ടു, ടാസ്ക് ജയിച്ചു, എല്ലാം ശരിയാണ്. പക്ഷേ അനീഷും അതുപോലെ തന്നെ എഫേർട്ട് ഇട്ട് ടാസ്ക് ജയിച്ചു. അപ്പോൾ ആര്യൻ കോയിനെടുത്ത് വെച്ചു എന്നുള്ളത് അവർ അതങ്ങ് മാറ്റിക്കളയാണ്. അത് കാരണം ആ കള്ളത്തിന് ചെയ്തു എന്നുള്ളത് അവർ കണക്കിലെടുക്കുന്നില്ല ആരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനീഷ് ജസ്റ്റ് ടാസ്കിൻ്റെ ഇടയിൽ കഴിച്ചു എന്നുള്ളത് മാത്രം ഇവർ കണക്കിലെടുക്കേണ്ട കാര്യം എന്താണ്? അതുമാത്രം ആര്യൻ ആ ഒരു കുറ്റം മാത്രമല്ലല്ലോ ചെയ്തത്. എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട പാല് ഇവർ കട്ടെടുത്ത് കുടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഫുൾ മാനിപ്പുലേഷനാണ്. ചെയ്ത് തെറ്റാണെങ്കിൽ അപ്പോൾ അത് കള്ളത്തരവാദം സമ്മതിക്കാതെ ഞാൻ കുറച്ച് ഓവർ സ്മാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പലരെയും മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന അങ്ങനെ ആര്യൻ, നെവിൻ, അക്ബർ ഗ്യാങ് ഫുള്ളും അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ആദില നൂറ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുന്ന രണ്ടിടത്തങ്ങളാണ് ഈ ആദില നൂറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരും എല്ലാവരും കൂടെ ഗ്രൂപ്പായി ചേർന്ന് അങ്ങനെ അനീഷിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 ആഴ്ച അനീഷ് ഇപ്പോൾ ജയിലിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനാകാൻ യോഗ്യതയുള്ള ഈ ഒരു വീക്കിൽ ക്യാപ്റ്റനാകാൻ യോഗ്യതയുള്ള ആളായിരുന്നു അനീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ ക്യാപ്റ്റൻസിലോട്ട് വിടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ജയിലിലോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഗ്യാപ്പിൽ അക്ബറും ആര്യനും നെവിനും കൂടെ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായിട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ.